നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓസിലേഷൻസ്. ഓസിലേഷൻസ് ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ടോപ്പിക്കാണ് ഫോക്കസ് ചെയ്തിരിക്കാത്തത്. അപ്പൊ അതിന്റെ ബേസിൽ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ടോപ്പിക് കൂടെ ഉണ്ട്. അതിന്റെ പ്രോബ്ലംസ് ഡെറിവേഷൻ ഒക്കെയാണ് എക്സാമിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം, അതാണ് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ ഒരു മോഷൻ അത് ഈക്വൽ ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഈക്വൽ ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ഫോർ എക്സാമ്പിൾ എർത്തിന്റെ റെവല്യൂഷൻ ഒരു പീരിയോഡിക് മോഷനാണ്. ഓക്കെ, അതുപോലെ ഓസിലേറ്ററി മോഷൻ, ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ എന്ന് വെച്ചാൽ? ഓസിലേഷൻ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഒരു ഫിക്സഡ് പോയിന്റ് കാണും, അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷനെ പറയുന്ന പേരാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഊഞ്ഞാലാടുന്ന മോഷനാണ്, ഒരു ഓസിലേഷനാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമുക്ക് അതിനെ ഷോർട്ടായിട്ട് SHM എന്ന് വിളിക്കാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ അതിന്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് വരിക എക്സാമ്പിൾ. അപ്പൊ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ വെച്ചാൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ തന്നെയാണ്. അതിൽ കുറച്ചുകൂടെ പോയിന്റ്സ് പറയാനുണ്ട്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ആക്സിലേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അതുപോലെ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് കൂടുന്തോറും ഒരു ഫിക്സഡ് പോയിന്റ് കാണും, ഒരു മെയിൻ പൊസിഷൻ കാണും. അതിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് കൂടുന്തോറും ഫോഴ്സ് കൂടും, അല്ലെങ്കിൽ ആക്സിലേഷൻ കൂടും. അതുപോലെ ആക്സിലേഷൻ എപ്പോഴും ആ ഫിക്സഡ് പോയിന്റിലേക്കായിരിക്കും ഡയറക്റ്റ് ഉണ്ടാവുക. ആക്സിലേഷൻ എങ്ങോട്ടേക്കായിരിക്കും? എപ്പോഴും ഫിക്സഡ് പോയിന്റിലേക്കായിരിക്കും. ഈ രണ്ട് പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ഫിക്സഡ് പോയിന്റ് ഓർ മെയിൻ പൊസിഷൻ. അതാണ് എന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് എങ്ങനെയാണ് ആക്സിലേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് ഫിക്സഡ് പോയിന്റ്. അതാണ് ഡെഫിനിഷൻ. ഓക്കെ, ആക്സിലേഷൻ മാത്രമല്ല ഫോഴ്സും പറയും. ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. അത് കൂടാതെ അതിലെ ഫോഴ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മെയിൻ പൊസിഷൻ ആയിരിക്കും. അതുപോലെ എങ്ങനെയായിരിക്കും? ആ ഡയറക്ഷൻ കൂടെയൊക്കെ ആയിരിക്കും ടുവേർഡ്സ് ദാറ്റ് മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പഠിക്കണം. 2 or 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാം. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ അതങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ SHM. എന്താണ് SHM? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ചിലപ്പോൾ 2 or 3 മാർക്കിന് ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താ? ഒരു ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു ഫോഴ്സ്. ഒരു പെൻഡുലം അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനെ തിരിച്ച് കൊണ്ടുവരാൻ നോക്കും. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ വലിക്കുമ്പോൾ അതിനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. അതാണ് റീസ്റ്റോർ ചെയ്യുക, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങനെയാണ്? അത് ആക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷനാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം F ഈസ് പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് X. റൈറ്റ്? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഡയറക്ഷൻ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണോ അതിന് ഓപ്പോസിറ്റ്. അതായത് മെയിൻ പൊസിഷൻ എവിടെയാണോ ടുവേർഡ്സ് ദാറ്റ് പോയിന്റ് ആയിരിക്കും എന്താ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രിങ് അപ്പൊ ഇത് ഞാൻ വലിച്ചിട്ടില്ല, കംപ്രസ് ചെയ്തിട്ടില്ല, റിലാക്സ്ഡ് പൊസിഷനകത്താണ് അല്ലെ, അതിനകത്ത് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോ ഇതാണ് എന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ ആ മാസിനെ പിടിച്ചു, ഒരു മാസാണ് M ആണ്, ആ മാസിനെ പിടിച്ച് അങ്ങോട്ട് വലിച്ചു. അപ്പൊ ആ മാസ് ഫോർ എക്സാമ്പിൾ ഇവിടെ വരെ എത്തി. ഓക്കെ, അപ്പോ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ് X എന്ന് പറയുന്നത്. അപ്പൊ ഏതാ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്? ആ റിലാക്സ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ആ മാസിനെ എന്ത് ചെയ്തു? നമ്മൾ അങ്ങോട്ടേക്ക് വലിക്കുകയാണ്. X ദൂരത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ? റൈറ്റിലേക്ക്. ആ സമയത്ത് സ്പ്രിംഗ് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ, സ്പ്രിംഗും കൂടെ വലിയുന്നുണ്ട്. അപ്പൊ എന്താ പറ്റുക? സ്പ്രിങ്ങിനകത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ മാസ് എന്ത് ചെയ്യും? ആ മാസിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ നോക്കി, ഇതാണ് ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തേ? തിരിച്ചു കൊണ്ടുവരാൻ നോക്കും ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക്. ഫോഴ്സ് ലെഫ്റ്റിലോട്ട്, ഡിസ്പ്ലേസ്മെന്റോ റൈറ്റിലോട്ട്, ഓപ്പോസിറ്റ് അല്ലെ. എന്താ പറ്റിയ? ആ മാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓസിലേറ്റ് അല്ലെ, ടു ആൻഡ് ഫ്രോ മോഷൻ. റൈറ്റ്? ഒരു ഫിഗർ വരയ്ക്കാൻ ഞാൻ എന്താ ചെയ്യാം? ഞാൻ അവിടെ കൈ റിലീസ് ചെയ്യാം. അപ്പൊ എന്ത് പറ്റും?
അപ്പൊ അത് കംപ്രസ്ഡ് ആവും. ഇവിടം വരെ എല്ലാം എത്തുക, തിരിച്ചെന്ത് ചെയ്യും, കുറച്ചും കൂടെ കംപ്രസ് ആവും. സ്പ്രിംഗ് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും ഇവിടം വരെ ഫോർ എക്സാമ്പിൾ, റൈറ്റ്. അപ്പോ ഇത് ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ഞാൻ ഒരു മാസിനെ പിടിച്ച് വലിച്ചു വിടാൻ എന്താ ചെയ്യുക, ആ സ്പ്രിംഗിന്റെ ആക്ഷൻ കാരണം ആ മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓസിലേറ്റ് ചെയ്യും അബൌട്ട് ദിസ് മെയിൻ പൊസിഷൻ. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയാണ്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷനും ആണ്, അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് എത്രമാത്രം ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാണോ അത്രയും ഫോഴ്സ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പ്രിംഗ് മാക്സിമം വലിക്കുന്നതോറും അതിലാക്കുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും, അല്ലെ. അപ്പോ ബോഡി അങ്ങോട്ടാദ്യം പോയി, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടേക്കാണ്, അങ്ങോട്ടാ വലിച്ചത്. ആ സമയത്ത് ഫോഴ്സ് ആക്റ്റീവ് ഇങ്ങോട്ടേക്ക്, ലെഫ്റ്റിലേക്ക്. എഫും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആണ്. ഇനി ഞാൻ കൈ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക, ആ മാസ് നേരെ തിരിച്ചിങ്ങോട്ട് വന്ന് അവിടെ നിൽക്കോ, ഇല്ല, ഇത് കംപ്രസിങ്, സ്പ്രിംഗ് കംപ്രസ് ആവും, അല്ലെ. എങ്ങനെയാ മാസ് ഓസിലേറ്റ് ചെയ്യുന്നത്, സ്പ്രിംഗിനെ ഓസിലേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാലും ഓസിലേറ്റ് ചെയ്യാം. അപ്പോ ഈ മാസം എന്താ ചെയ്യുക, തിരിച്ചു വരും, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താ ചെയ്യുക, സ്പ്രിംഗ് കംപ്രസ്ഡ് ആയി. അപ്പോ എങ്ങനെയാ ഡിസ്പ്ലേസ് നോക്കി, ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇടത്തോട്ടാണ്, ലെഫ്റ്റിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. ആ സമയത്ത് ഫോഴ്സ് എന്താ, സ്പ്രിംഗ് എന്താ ചെയ്യാം, സ്പ്രിംഗ് ആ മാസിനെ അങ്ങോട്ട് തള്ളാൻ നോക്കും, തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും, ഏതാ ആ റിലാക്സ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ ഫോഴ്സ് എങ്ങനെയാ, ഫോഴ്സ് ആ സമയത്ത് റൈറ്റിലേക്ക് ആയിരിക്കും. സോ ആദ്യം വലിച്ചു, എക്സ്റ്റെൻഡ് ചെയ്യിച്ചു, അപ്പൊ എന്ത് പറ്റി, ഡിസ്പ്ലേസ്മെന്റ് റൈറ്റിലേക്കാണ്. എന്താ സ്പ്രിംഗ് ചെയ്യാം, മാസിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്. ഞാൻ കൈ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, അത് നേരെ ഇവിടെ വന്നിട്ട് നിൽക്കത്തില്ല, എന്താ ചെയ്യുക, കംപ്രസ് ആവും. അപ്പൊ എന്ത് പറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ മാസിന് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ആയിക്കണേ, ലെഫ്റ്റിലേക്കാണ്, അല്ലെ. ഇതല്ലേ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പ്രിംഗ് എന്താ ചെയ്യുക, ആ മാസിനെ അങ്ങോട്ട് തള്ളാൻ നോക്കും, റിസ്റ്റോർ ചെയ്യാൻ നോക്കും, പഴയ പോലെ ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തിക്കാൻ നോക്കും. ഫോഴ്സ് എങ്ങടാ, റൈറ്റിലോട്ട്, ഡിസ്പ്ലേസ്മെന്റോ ഇടത്തോട്ട്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. എപ്പോഴും ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യാം, ടുവേർഡ്സ് മെയിൻ പൊസിഷൻ, അല്ലെ, ടുവേർഡ്സ് ദാറ്റ് പോയിന്റ്, അല്ലെ. ഫോഴ്സ് എങ്ങടാ, ഈ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുക. ഫോഴ്സ് മാറ്റി ആക്സിലേഷൻ പറയാം. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ആക്സിലേഷൻ ഓർ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ എങ്ങനെ ആക്ട് ചെയ്യുന്നത്, ടുവേർഡ്സ് എ ഫിക്സഡ് പോയിന്റ്, ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ, അങ്ങനെയൊക്കെ ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് വെച്ചാണ് നമ്മൾ ഡെറിവ് ചെയ്യാൻ പോകുന്നത്. എന്താ ഡെറിവ് ചെയ്യാൻ പോകുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ അല്ലേ, എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഫോഴ്സ് എങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്, അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് റൈറ്റിലേക്കാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുക ലെഫ്റ്റിലോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ലെഫ്റ്റിലേക്കാണെങ്കിലോ നിങ്ങളുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് റൈറ്റിലോട്ട്, ഓപ്പോസിറ്റ് ആണ്. എങ്ങനെ ഓപ്പോസിറ്റ് കാണിക്കാൻ പറ്റും, മൈനസ് ഇട്ടാൽ മതി, എഫ് പ്രൊപ്പോർഷണൽ ടു -6. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് കെ. സോ എഫ് ഈക്വൽ ടു ആവും, ഒരു കോൺസ്റ്റന്റ് കെ വരും, -kx വരും. എഫ് ഈസ് ഈക്വൽ ടു -kx. കെ ഈസ് കോൾഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്. കെ എന്താ വിളിക്കുക, ഫോഴ്സ് കോൺസ്റ്റന്റ് പറയാം, ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പോ എഫ് ഈസ് ഈക്വൽ ടു -kx ആണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു -kx കിട്ടിയല്ലോ, കുഴപ്പമില്ലല്ലോ. എന്താ മൈനസ് വരാൻ കാരണം, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആയിരുന്നു. എപ്പോഴും അങ്ങനെയായിരിക്കും, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എപ്പോഴും അങ്ങനെയായിരിക്കും. ഓക്കെ, ഇതിപ്പോ സ്പ്രിംഗിന്റെ കേസ് പറഞ്ഞു, പെൻഡുലത്തിന്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, നൗ അടുത്തത് ഫോഴ്സിന് ഒരു ഇക്വേഷൻ കൂടെ അറിയാം, ആരാ, ന്യൂട്ടന്റെ ഇക്വേഷൻ, എഫ് ഈസ് ഈക്വൽ ടു എം. എഫ് ഈസ് ഈക്വൽ ടു എം, സെക്കൻഡ് ഇക്വേഷൻ, അല്ലെ, സെക്കൻഡ് ലോ, അല്ലെ, എഫ് ഈസ് ഈക്വൽ ടു എം. അതിൽ എ എന്ന് പറയുന്നത് ആക്സലേഷൻ ആണ്. നമുക്കറിയാം ആക്സലേഷൻ എന്ന് പറയുന്നത് എന്താ, dv/dt ആണ്, അല്ലെ. എന്താണ് ആക്സലേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ വി ക്യാൻ റൈറ്റ് a is equal to dv/dt. Then what is v? v എന്താ, വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ വി ക്യാൻ റീപ്ലേസ് v ബൈ എന്തുവാണ്, dx/dt. ശരിയല്ലേ. ആദ്യം നമ്മൾ a നെ മാറ്റി, എന്താണ് ആക്സലേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് പറയുമ്പോൾ എങ്ങനെയാ, d/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയതുകൊണ്ട് d/dt ഓഫ് v അല്ലെങ്കിൽ dv/dt. അതിൽ v ഉണ്ടല്ലോ, v ആരാ, വെലോസിറ്റി ആണ്. എന്താണ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ v യെ മാറ്റി എങ്ങനെ എഴുതാം, dx/dt എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ വന്നു, d/dt ഓഫ് v യെ മാറ്റി dx/dt ചേർത്തെഴുതാലോ. എന്താ വരിക, d²x/dt². സോ എന്താണ് ആക്സലേഷൻ, a എന്ന് പറയുന്നത് d²x/dt² ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ ഡയമെൻഷൻ പഠിക്കാനുള്ളതാണ്. സോ ഞാൻ ആ a നെ റീപ്ലേസ് ചെയ്യണം. എങ്ങനെ മാറ്റാം, a നെ മാറ്റി നമുക്ക് d²x/dt² കൊടുക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്ക് പകരം d²x/dt². ഓക്കെ അല്ലേ, കുഴപ്പമില്ല. സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു -kx ഉം എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു d²x/dt². ഇത് എവിടെ നിന്ന് വന്നു, ഇത് SHM ഇക്വേഷൻ ആണ്. ഇത് എവിടെ നിന്ന് വന്നു, ന്യൂട്ടന്റെ ഇക്വേഷൻ ആണ്.
രണ്ട് ഫോഴ്സ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഇക്വേറ്റ് ചെയ്യാം. 1 = 2, രണ്ട് ഫോഴ്സ് ആണ്, രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് m × d²x/dt² ഈക്വൽ ടു അപ്പുറം ആരാ, -kx. ഈ ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, മൈനസ് മാറി പ്ലസ് ആവും. m × d²x/dt² മൈനസ് മാറി പ്ലസ് ആയപ്പോൾ എന്തായി, +kx. അവിടെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല, 0. m × d²x/dt² +kx = 0. മതിയായല്ലോ, കുഴപ്പമില്ലോ. ഒക്കെ അവിടെ എഴുതാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഈ എല്ലാ ടൈമിലും ഞാൻ ഡിവൈഡിങ് ബൈ m, എല്ലാ ടൈമിലും ഞാൻ എന്ത് ചെയ്യാണ്, m വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എല്ലാ ടൈമിലും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ m വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ m ക്യാൻസൽ ആയി. ഇവിടെ എന്താ പറ്റുക, ഒരു k/m വരും. ഇവിടെ 0/m 0 തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാ ടൈമിലെയും 3 ടൈംസ് ഉണ്ട്. ആ 3 ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, m വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടുത്തെ m ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ പറയാ, ബാക്കി വരാൻ പോകുന്നത് d²x/dt² പ്ലസ് ഇവിടെ m ഇല്ലായിരുന്നു, അപ്പൊ k/m വരും. സോ k/m പിന്നെ ആരാ ഉള്ളത്, x കൂടെ ഉണ്ട് അല്ലേ, x = 0/m 0, റൈറ്റ്. ഓക്കെ അല്ലേ. d²x/dt² പ്ലസ് k/m × x = 0. അതില് k/m എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. k/m എന്താണ്, ω² ആണ്. എന്താണ് k/m എന്ന് പറയുന്നത്, ω² ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ω എന്താ, ആംഗുലർ വെലോസിറ്റി ആണ്. സോ k/m നമ്മൾ മാറ്റി ω² കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ പറയാ, d²x/dt² പ്ലസ് ω² x = 0. d²x/dt² k/m എങ്ങനെ മാറ്റി, ω² സോറി, ω എന്ന് പറയുന്ന റൂട്ട് k/m ആണ്. സോ k/m എന്താ, ω² ആണ്. സോ k/m ന് പകരം ω² ഒന്നും ബാക്കി ഒരു x ഉണ്ട് = 0. സോ d²x/dt² പ്ലസ് ω² x = 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ചിലപ്പോൾ ഡെറിവേറ്റീവ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും, d²x/dt² പ്ലസ് ω² x = 0. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയ ഒരു സൊല്യൂഷൻ കാണും. അതിനൊരു സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷൻ ഒക്കെ +2 മാത്സിൽ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് പറയുകയാണ്, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, ബൈഹാർട്ട് ചെയ്താൽ മാത്രം മതി. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, x = ആയിരിക്കും, x = a cos ωt + 5. പല ഫോമിൽ എഴുതാം. ജനറൽ ആയിട്ട് എഴുതാണ് a cos ωt + 5 അല്ലെങ്കിൽ a sin ωt + 5. എന്തായാലും കുഴപ്പമില്ല, സൊല്യൂഷൻ തന്നെയാണ്. സോ ഒരു സെക്കൻഡ് ഡിഗ്രി d²x/dt² ആണ്, സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പോൾ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ വരിക, x = a cos ωt + 5 അല്ലെങ്കിൽ a sin ωt + 5. അതിൽ ഞാൻ ഉടനെ പറയാം. അതിൽ a എന്താണ്, a ആംപ്ലിറ്റ്യൂഡ് ആണ്, ω എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആംഗുലർ വെലോസിറ്റി ആണ്, t നമുക്കറിയാം ടൈം ആണ്, ϕ എന്താണ്, ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ഇനി അതിലെ ω t + 5 ആ സൈൻ കോസിന്റെ അകത്ത് മൊത്തം ആംഗിൾ അല്ലേ, കോസ് ഓഫ് എന്താ എപ്പോഴും വരിക, ഒരു ആംഗിൾ ആണ്. ആ കോസ് ഫംഗ്ഷൻ അകത്തുള്ള അതിനെ മൊത്തം പറയുന്ന പേരാണ് ഫേസ് എന്ന് പറയും. ഫേസ് അതിൽ ഫൈയെ മാത്രം എന്ന് പറയും, ഫൈയെ മാത്രം നമ്മൾ ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. എങ്ങനെയാ പറയാം, ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ക്ലിയർ അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഡെറൈവ് ചെയ്യാൻ പഠിക്കണം, ഈസി ആണ് വിചാരിക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. എന്താണ് ഇക്വേഷൻ, F = -kx ആണ്. എന്താ ന്യൂട്ടന്റെ ഇക്വേഷൻ, F = ma ആണ്. അതിൽ a നമ്മൾ റീപ്ലേസ് ചെയ്യാം, a = d²x/dt² ആണ്. മാറ്റി രണ്ടും F ന്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തു. m × d²x/dt² = -kx. സൈഡ് മാറ്റി മൈനസ് മാറി പ്ലസ് ആയി. m × d²x/dt² + kx = 0 ഡിവൈഡിംഗ് ബൈ m. അപ്പോൾ ഇവിടുത്തെ m ക്യാൻസൽ ആയി പോയിട്ട് d²x/dt² + k/m x = 0. അതിലെ k/m എന്താണ്, ω² ആണ്. ω ആണ് ആംഗുലർ വെലോസിറ്റി ആണ്. സോ d²x/dt² + ω² x = 0. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാ വന്നേ, x = a cos ωt + 5 അല്ലെങ്കിൽ x = a sin ωt + 5 അല്ലെങ്കിൽ സിംപ്ലി x = a sin ωt. അതായാലും മതി. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മിക്കവാറും ചിലപ്പോൾ a sin ωt യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പല കേസിലും പല ഇക്വേഷൻ വരും. അതെങ്ങനെയാണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മാത്സിൽ പഠിക്കാനുള്ള കാര്യമാണ്. നമുക്ക് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്താൽ മാത്രം മതി. എന്തൊക്കെയാ അറിയേണ്ട കാര്യങ്ങൾ, x ഡിസ്പ്ലേസ്മെന്റ് ആണ്, a എന്താണ് ആംപ്ലിറ്റ്യൂഡ്, ω t + 5 ആ കോസ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ അകത്ത് മൊത്തം എന്താ പറയും, ഫേസ് എന്ന് പറയും. ഫൈ എന്താ പറയാ, ω t കഴിഞ്ഞുള്ള ടൈം, ω t കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയാ, അതിനെ ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ω അറിയാലോ, t അറിയാലോ, എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് പഠിക്കണം. ഓക്കെ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m suspended from one end of an inextensible string of negligible mass from a rigid support forms a simple pendulum. എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് വെച്ചാൽ, ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു മാസ് നമ്മൾ ഹാങ് ചെയ്തതാണ് അല്ലേ, ആ സ്ട്രിങ്ങിന് മാസ് ഉണ്ടാവാൻ പാടില്ല, റൈറ്റ്. സിമ്പിൾ പെൻഡുലം. ഇഫ് t is the capital T, അല്ലേ, t is the period of oscillations of a simple pendulum.
ക്യാപിറ്റൽ ടി ആണ് എന്ത് പീരീഡ് ഓഫ് ഓസിലേഷൻ. എന്താണ് പീരീഡ് ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ വേണ്ട സമയത്തിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു ഫുൾ മോഷൻ, ഒരു കംപ്ലീറ്റ് മോഷന് വേണ്ട ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പെൻഡുലം ഇങ്ങനെ നിൽക്കുകയാണ്, ഇവിടുന്ന് പോയിട്ട് റൈറ്റ് എക്സ്ട്രീം പോയി, ദെൻ തിരിച്ചു വന്നു, പോരാ, ലെഫ്റ്റ് എക്സ്ട്രീം പോയി, എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് മോഷനാണ്. അപ്പൊ ഇങ്ങനെ ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയത്തിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, റൈറ്റ് എക്സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു, ലെഫ്റ്റ് എക്സ്ട്രീം വരെ പോയി, തിരിച്ചു വന്നു, അപ്പോഴും ഒരു കംപ്ലീറ്റ് മോഷനാണ്. അതിനുള്ള സമയത്തിനെ പറഞ്ഞ പേരെന്താ, ടൈം പീരീഡ് ആണ്. അതായത് ഒരു ഫുൾ പാത്ത് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. സോ ആ ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്, ടി എന്ന് പറയും, ക്യാപിറ്റൽ ടി. ഓക്കെ, then question, show that the time taken by the bob to go directly from its mean position to half the amplitude is t/2. ബോബ്, പെൻഡുലത്തിന് ബോബ്, ആ ബോബ് മീൻ പൊസിഷനിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി വരെ പോകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് t/12 ആണ് പ്രൂവ് ചെയ്യണം. പെൻഡുലം ഒരു ബോബ് കാണും, ആ ബോബ് എന്ത് ചെയ്യണം, മീൻ പൊസിഷനിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡിന്റെ, എന്താണ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതിന്റെ പകുതി വരെ പോകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് t/12 ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കല്ലേ. അപ്പൊ നമുക്കറിയാം പെൻഡുലത്തിന്റെ മുകളിൽ ഒരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കും, റൈറ്റ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലം, ഇതാണ് എന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്, ഇതാണ് എന്റെ മെയിൻ പൊസിഷൻ, റൈറ്റ്. ഞാനൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാം, ഇപ്പൊ എന്താ ചെയ്യാം, കൈവിടുമ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ്, റൈറ്റ്. ഇപ്പൊ റൈറ്റ് ഒരു എക്സ്ട്രീം ഉണ്ടാവും, ലെഫ്റ്റ് ഒരു എക്സ്ട്രീം ഉണ്ടാവും. ഇത് മെയിൻ പൊസിഷൻ, അങ്ങോട്ട് പോയി റൈറ്റ് എക്സ്ട്രീം വരെ പോയി, തിരിച്ചു വന്നു, ലെഫ്റ്റ് എക്സ്ട്രീം പോയി, തിരിച്ചു വന്നു, അപ്പൊ ഒരു ഫുൾ മോഷനായി. ആ സമയത്തിനുണ്ട്, ആ സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്, ടി, ക്യാപിറ്റൽ ടി. അപ്പോ ഏതുവരെയാണോ മാക്സിമം പോകുന്നത് ആ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പെൻഡുലം എത്രമാത്രം ഹൈറ്റ് വരെ പോകുന്നുണ്ടോ ആ സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. സ്പ്രിംഗിന്റെ കേസ് ആണെങ്കിൽ സ്പ്രിംഗ് എത്രയാണോ മാക്സിമം വലിയുന്നത് അല്ലെങ്കിൽ എത്രയാണോ മാക്സിമം കംപ്രസ് ആവുന്നത് ആ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. സോ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പെൻഡുലം എന്ന് പറയുന്നത് ഇവിടം വരെ വന്നു, ഇവിടം വരെ വന്നു, റൈറ്റ്. അപ്പൊ തിരിച്ച് ഞാൻ കൈവിടുമ്പോൾ എന്താ ചെയ്യുക, തിരിച്ച് അങ്ങോട്ട് പോകും അല്ലെ, അത് ഇവിടം വരെ വന്നു. അപ്പൊ ഇത് റൈറ്റ് എക്സ്ട്രീം, ലെഫ്റ്റ് എക്സ്ട്രീം, റൈറ്റ്. അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഓസിലേറ്റിംഗ് ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ മീൻ പൊസിഷൻ. ഇതാണ് മീൻ പൊസിഷൻ അല്ലെ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്, ഈ ബോബ് എത്രമാത്രം മൂവ് ചെയ്യുന്നുണ്ട്, ബോബ് ടു ഗോ ഡയറക്ട്ലി ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ടു ഹാഫ് ദി ആംപ്ലിറ്റ്യൂഡ്. എത്രയാണ് മൂവ് ചെയ്യുന്നത്, ഹാഫ് ദി ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് കംപ്ലീറ്റ് മൂവ് ചെയ്യുന്നില്ല, അതിന്റെ പകുതി മാത്രം മൂവ് ചെയ്യണം. അതായത് എവിടെ വരെ മൂവ് ചെയ്യുന്നുണ്ട്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചു, ഇതാണ് എന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പകുതി വരെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതായത് പകുതി വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും, പകുതി വരെ. സോ ബോബ് മാക്സിമം ഇവിടെ വരെയായിരുന്നു, അതാണ് ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ പകുതി മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതിനു വേണ്ട ടൈം എന്ന് പറയുന്നത് t/12 ആണ് പ്രൂവ് ചെയ്യണം. ക്യാപിറ്റൽ ടി എന്താ, ടൈം പീരീഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബോബ് ഹാഫ് ദി ആംപ്ലിറ്റ്യൂഡ് മൂവ് ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് t/12 ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ചെയ്യാം. SHM ആണല്ലോ, പെൻഡുലം ആണ്, ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. അത് എന്തിന്റെ എക്സാമ്പിളാ, SHM ഇക്വേഷൻ. SHM എക്സാമ്പിൾ ആണ്. SHM ഇക്വേഷൻ നമുക്ക് അറിയാം, സൊല്യൂഷൻ നമുക്ക് അറിയാം, എന്താണ്, y = a sin ω t + 1. നമുക്ക് സിമ്പിൾ ആയിട്ട് y = എന്ത് എഴുതാം, x = a, y ന് കുഴപ്പമൊന്നുമില്ല, x = a sin ω t എന്ന് മാത്രം എടുക്കാം. പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്. ഫൈ എന്തായിരുന്നു, ഇനീഷ്യൽ ഫേസ് ആണ്, ഒന്നും പറയുന്നില്ല ഇനീഷ്യൽ ഫേസിനെ പറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, x = a sin ω t, y ആയാലും കുഴപ്പമില്ല, cos ആയാലും കുഴപ്പമില്ല. യൂഷ്വലി എടുക്കുന്നത് സൈൻ എടുക്കുക, x = a sin ω t. ഓക്കെ, ω t + 5 ഉണ്ട്. എന്താ ഫൈ എടുക്കാത്തത്, ഇനീഷ്യൽ ഫേസിനെ പറ്റി യാതൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല. സോ ഫൈ വേണ്ട, ഫൈ = 0 ആണ്, ഇനീഷ്യൽ ഫേസ് 0 ആണ്. സോ x = a sin ω t + 5 ആയിരുന്നു, ഫൈ 0 ആണ്, എന്ത് വരും, x = a sin ω t വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ x ആണ് ഡിസ്പ്ലേസ്മെന്റ്. എത്രയാ, എന്താണ് x എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ബോബ് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണ് മൂവ് ചെയ്യുന്നത്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അത് a ആണ്. അപ്പോ ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര മൂവ് ചെയ്തു, a/2 മൂവ് ചെയ്തു അല്ലെ. ശരിയാണോ?
മാക്സിമം എത്രയാണോ ഡിസ്പ്ലേസ്മെന്റ് അത് ആംപ്ലിറ്റ്യൂഡ് അതിന്റെ പകുതിയാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ a/2 അല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ് a/2. കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണ്, എയുടെ പകുതിയാണ് a/2 ആണ്. a/2 ഈക്വൽ ടു a sin ഒമേഗ t. അപ്പുറം ഇപ്പുറം a ക്യാൻസൽ ആയി പോയി. സോ 1/2 is equal to sin ഒമേഗ t. 1/2 is equal to sin ഒമേഗ t. ആലോചിക്കാം, ഈ സൈനിന്റെ അകത്തൊരു ആംഗിൾ ആണെന്നോ, സൈനിന്റെ അകത്ത് കോസിന്റെ അകത്ത് ടാനിന്റെ അകത്ത് എപ്പോഴും ഒരു ആംഗിൾ ആയിരിക്കും. അപ്പൊ സൈൻ ഓഫ് സം ആംഗിൾ എത്രയാണ്? 1/2. സൈൻ ഓഫ് സം ആംഗിൾ എത്രയാണ്? 1/2 ആണ്. സൈൻ ഏത് ഡിഗ്രിയാ? 1/2. പഠിക്കാനുണ്ട്, 10 പഠിച്ചിട്ടുണ്ട്, +1 പഠിക്കാനുണ്ട് മാത്സിനകത്ത് ട്രിഗണോമെട്രി. സൈൻ ഏത് ആംഗിളാ? 1/2. സൈൻ 30 ആണ് 1/2. സൈൻ 30 ആണ് 1/2. അപ്പോ ഈ സൈനിന്റെ അകത്തുള്ള ആരാ? 30 ഡിഗ്രി ആണ്. അപ്പൊ 30 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം? റേഡിയൻ ആക്കണം. π/6 ആണ്. π/6 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ π/6 ആണ് 1/2. അപ്പൊ നമുക്ക് പറയാലോ 1/2 എന്ന് പറയുന്നത് സൈൻ π/6 ആണ്. റേഡിയന് പറയണം, ഡിഗ്രി പോരാ. ഓക്കെ, സൈൻ π/6 ആണ് ആര്? സൈൻ 30. അപ്പോ സൈൻ 30 ആണ് 1/2. സോ സൈൻ π/6 ആണ് 1/2. ഓക്കെ, കമ്പയർ ചെയ്തേ 1/2 സൈൻ ഒമേഗ ടി സൈൻ π/6. അപ്പൊ നമുക്കൊരു കാര്യം കിട്ടിയല്ലോ, ഒമേഗ ടി എന്ത് കിട്ടി? π/6 കിട്ടി. സോ ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/6 കിട്ടി. ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/6. അതില് ഒമേഗ എന്ന് പറയുന്നത് 2π/time ആണ്. 2π/t ആണ്. ഒമേഗ എന്താണ്? 2π/t ആണ്. റീപ്ലേസ് ചെയ്യാം. 2π/t into small t equal to π/6. ഓക്കെ, കുഴപ്പമുണ്ടോ? ഒമേഗ ആണ് 2π/t ആണ്. ഒമേഗ 2π/t കൊടുത്തു, പിന്നെ സ്മോൾ ടി ഉണ്ട് π/6. അല്ലെ സ്മോൾ ടി എന്താ? ഈ പർട്ടിക്കുലർ മോഷന്റെ ടൈമാണ്. സ്മോൾ ടി എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ മോഷൻ, ഏത് മോഷൻ? ബോബ് പകുതി വരെ വരാൻ വേണ്ട സമയമാണ് സ്മോൾ ടി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ടി എന്താ? ടൈം പീരീഡ് ആണ്. ഓക്കെ, പൈ ക്യാൻസൽ ആയി. ഓക്കെ, കുഴപ്പമുണ്ടോ? സ്മോൾ ടി അവിടെ നിർത്തിയിട്ട് ടി അപ്പുറം കൊണ്ടുപോയി, ടി മുകളിൽ വന്നു, ഈ 2 അപ്പുറം കൊണ്ടുപോയി താഴെ വന്നു. അപ്പൊ എന്താ വരിക? 2 × 6 വരും. എന്താ കിട്ടി? ടി ഈസ് ഈക്വൽ ടു t/20. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അതായത് ഈ ബോബ് പകുതി ആംപ്ലിറ്റ്യൂഡ് മൂവ് ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? t/12 ആണ്. കാരണം ടി ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂവ് ചെയ്തു. അതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? t/12 പ്രൂവ് ചെയ്യണമായിരുന്നു. ഈസി അല്ലേ? അപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യാം. SHM-ന്റെ ഇക്വേഷൻ അറിയാം. ഇവിടെ ക്വസ്റ്റിനകത്ത് ഇനീഷ്യൽ ഫേസ് ഒന്നും പറയുന്നില്ല, ഫൈ ഇല്ല, ഫൈ 0 എടുത്താൽ മതി. അപ്പോ x ഈക്വൽ ടു a sin ഒമേഗ t മാത്രം മതി. അതിൽ x എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ പർട്ടിക്കുലർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എന്താ പറയുന്നത്? ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി പോകുന്ന പറയുന്നത്. അപ്പൊ a/2. ഇനി 1/3 പോകുന്ന പറയുമ്പോഴോ? അപ്പൊ a/3 എടുക്കാം. മനസ്സിലായോ? അപ്പൊ x ഡിസ്പ്ലേസ്മെന്റ് ആണ്, a ആംപ്ലിറ്റ്യൂഡ് അത് ഫിക്സ്ഡ് ആയിരിക്കും. a ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ പറഞ്ഞു, t ടൈം. ഓക്കെ, ഒമേഗനെ മാറ്റാം, 2π/t ആണ്. അതിലെ t ക്യാപിറ്റൽ ആണ്, 2π/t ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊണ്ടേ കൊടുത്തപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ സ്മോൾ ടി ഈസ് ഈക്വൽ ടു t/12 കിട്ടി. ആരാണ് സ്മോൾ ടി എന്ന് പറയുന്നത്? ഈ ഒരു പർട്ടിക്കുലർ മോഷന്റെ ടൈം ടേക്കൺ ഫോർ ദിസ് പർട്ടിക്കുലർ മോഷൻ. ക്ലിയർ? ഓക്കെ.